എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന CPO പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഇതിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഓപ്ഷൻ 2 ശരി. അപ്പോൾ ഏതൊക്കെയാണ്? ബോൾഷെവിക്ക്, മെൻഷെവിക്ക്. ബാക്കിയുള്ളത് ഏതാണെന്നും കൂടി നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം 2 ഉത്തരത്തിലുള്ളൂ. അപ്പോൾ ഓൺലി 2 and 4 ബി. അടുത്ത, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ എങ്ങനെയായിരുന്നു ക്രമം? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബുധനും ശുക്രനും 1ഉം 4ഉം. അടുത്ത, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് നോക്കുക. സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകുമോ? ഇല്ല. അടുത്തത്, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. അത് ശരിയാണ്, സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അങ്ങനെ പറ്റില്ല. അടുത്ത, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിർത്തണം. അങ്ങനെ നിർത്തണം എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം ബി, ഓപ്ഷൻ ബി. അടുത്ത, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏത്? അപ്പോൾ അതിൽ ഒറ്റയാനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒന്നിച്ചെന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഒന്നിച്ചിരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ് കേട്ടോ. 2ഉം 4ഉം, കാരണം 2 ഉത്തരം വരുള്ളൂ. ജപ്പാനും ജർമ്മനിയും ഒന്നിച്ചായിരുന്നു. ആക്സിസ് പവേഴ്സും ഉണ്ടായിരുന്നു, അലൈഡ് പവേഴ്സും ഉണ്ടായിരുന്നു. ആക്സിസ് പവേഴ്സ് എന്ന് പറയുമ്പോൾ അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടും ഫ്രാൻസും. 2, 4 ഇതിലെല്ലാം PSCക്ക് ഇഷ്ടം 2ഉം 4 എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. ഇപ്പോൾ കണ്ട ട്രെൻഡ് കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ. അടുത്ത, താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? ശ്രദ്ധിക്കണേ, ഉൾപ്പെടാത്തവയാണ് ചോദിച്ചത്. അപ്പോൾ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ജാമിയ മില്ലിയ, ഡൽഹി. അതേപോലെ തന്നെ ശാന്തി നികേതൻ. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? 1, 3 സി, 1, 3. താഴെ കൊടുത്തിരിക്കുന്ന 6ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? സംഘകാലഘട്ടങ്ങളിൽ ചേര, ചോള, പാണ്ഡ്യ. അപ്പോൾ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? മൂഷക രാജവംശവും ആയി രാജവംശവും. 2, 3 ഏതാണ്? സി. അപ്പോൾ PSC ഇവിടെ ട്രെൻഡ് മാറ്റി പിടിച്ചു, 2, 3 ഉള്ളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചാലിയാർ നദികളും അതിൻ്റെ ഉത്ഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇളമ്പാരി മല. ഏതാണ്? ഇളമ്പാരി മല. അടുത്ത, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് 2 ഗർത്തത്തിനിടയിലാണ്? ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാൻസിനസ് സിയും അതേപോലെ തന്നെ സിംപെലിയസ് എന്നും. ഏതൊക്കെയാണ്? മാൻസിനസ് സിയും സിംപെലിയസ് എന്നും. അടുത്ത, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലം ഏതാണ്? അസ്തനോസ്ഫിയർ. ഏതാണ്? അസ്തനോസ്ഫിയർ. അടുത്ത, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ? അപ്പോൾ മിസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് അറിയുമ്പോൾ ഇതിൽ ഒരു പ്രസ്താവന മാത്രം അറിഞ്ഞാൽ മതി. നോക്കുക, അതിൽ 3ാമത്തെ പ്രസ്താവനയായിട്ട് ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണെന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലെ എല്ലാവിധ ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഏറ്റവും താഴെയുള്ള പാളിയായ ഏതിലാണ് വരിക? ട്രോപ്പോസ്ഫിയറിലാണ് വരിക. ജൈവമണ്ഡലം അവിടെയാണ് ഉള്ളത്. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അതിൽ നോക്കുക, 3 എന്നുള്ള പ്രസ്താവനകളൊക്കെ വേഗം വെട്ടിക്കളയുക. അപ്പോൾ ഒറ്റ ഉത്തരം കിട്ടുള്ളൂ. ഏതാണ്? എ, 1, 4. ഓക്കെ, 1, 4. അടുത്ത, കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പഞ്ചൽ ഇവയെല്ലാം എവിടെയാണ്? കാശ്മീർ ഹിമാലയം. എവിടെയാണ്? കാശ്മീർ ഹിമാലയം. അടുത്ത, ഇത് നമ്മളെടുത്താണ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക. എന്തായിരുന്നു? കാപ്പി. ഏതൊക്കെയാണ്? അറബിക്ക, റോബസ്റ്റ,
ലിബറിക്ക. അടുത്ത സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതായിരുന്നു? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. അടുത്ത പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്തായിരുന്നു? നീതി ആയോഗ്. ഓക്കെ, അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതായിരുന്നു? നബാർഡ്. അടുത്ത സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്തായിരുന്നു? പണപ്പെരുപ്പം. അടുത്ത നാരീശക്തി വന്ദൻ അധീനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. അടുത്തത് 20ാമത്തെ ചോദ്യം. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു? കളിത്തട്ട്. ഏതാണ്? കളിത്തട്ട്. ഓക്കെ, അടുത്തത് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി. അടുത്ത ചോദ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്തായിരുന്നു? സ്നേഹസ്പർശം. ഏതാണ്? സ്നേഹസ്പർശം. അടുത്ത ചേരുംപടി ചേർക്കുക. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമി. അപ്പോൾ A എന്നുള്ളത് 2ആണ്. അപ്പോൾ ഓപ്ഷൻ Aയും ആവാം Dയും ആവാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ B1. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? D ആണ് വരിക. അരയ സമാജം. ഓക്കെ, അരയ സമാജം ആരാണ്? അപ്പോൾ ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കുക. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ A2. ഇനി ആത്മവിദ്യാസംഘം ആരാണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ B1. ഓക്കെ, അടുത്തത് C. അരയ സമാജം ശ്രദ്ധിക്കുക. പണ്ഡിറ്റ് KP കറുപ്പൻ C4. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. അപ്പം ഇതാണ് വരിക. പക്ഷെ അതിൽ ഓപ്ഷനിൽ അത് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെറ്റുമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെറ്റുമായിട്ട് നമുക്ക് വേഗം കാണാം.